നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ കേരള സ്റ്റോറി എന്ന ആ ഒരു മുണഞ്ഞ സിനിമയ്ക്ക് ഒരു ഹൈന്ദവ സഹോദരൻ ആ ട്രെയിലർ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തായിരുന്നു. ഹിന്ദുവായ ശ്രീദേവ് നമ്പൂതിരി കൊടുത്ത കേസിൽ ക്രിസ്ത്യാനിയായ ജഡ്ജി ജസ്റ്റിസ് ബച്ചു കുര്യൻ മുസ്ലിം വിരുദ്ധ കേരള സ്റ്റോറിയുടെ ടീസർ പിൻവലിക്കാൻ നിർദ്ദേശിച്ചു. എമ്പുരാനിൽ ലാലേട്ടൻ എബ്രാഹിം ഖുറൈഷി അബ്രാം പൃഥ്വിരാജ് മസൂദിനോട് പറയുന്നുണ്ട്, നിന്റെ മുസ്ലിം സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടേതുമാണ്, അതാണ് ഈ നാടിൻ്റെയും നിലപാട്. ഇത് നമ്മുടെ രാഹുൽ ഈശ്വരാണ് കേട്ടോ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ആ മുണഞ്ഞ സിനിമയുടെ ട്രെയിലർ പിൻവലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന മാസം 27-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. റിലീസുണ്ടോ ഇല്ലയോ എന്നുള്ളതിനറിയില്ല. വ്യാപകമായ രീതിയിലാണ് ഈ ഒരു സിനിമയ്ക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ജാതി മതഭേദമന്യേ വിമർശിച്ചത്. കാരണം ഒരിക്കലും നടക്കാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു പ്രവൃത്തിയാണ് ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള ഈ രണ്ട് പരമചെറ്റകൾ കേരളത്തെ അവഹേളിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു സിനിമ എടുത്തു. അപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നത് കേരളത്തിലെ BJPയുടെ മരവാഴകളാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലെ BJPയുടെ തലപ്പത്തിരിക്കുന്ന 10 പൈസയുടെ ഗുണമില്ലാത്ത അതായത് ഈ മുണ്ട് മടക്കി കുത്താനും അറിയാം, എനിക്ക് ആണുങ്ങളെപ്പോലെ നിന്ന് പച്ചക്ക് തെറി വിളിക്കാനും അറിയാമെന്ന് പറഞ്ഞ ഒരു വെട്ടവളയനുണ്ടല്ലോ, മലയാള അക്ഷരം നേരാവണ്ണം പോലും സംസാരിക്കാൻ അറിയാത്ത ഇവനെപ്പോലുള്ള ഞരമ്പന്മാർ വന്നിരുന്നുകൊണ്ട് ഈ സിനിമയെ ന്യായീകരിച്ചു. കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ അടിച്ചങ്ങോട്ട് കൊടുത്തു. കാരണം ഇതിവിടുത്തെ മുസ്ലിമിനെ മാത്രം അവഹേളിക്കുന്ന ഒരു സ്റ്റോറിയല്ല, ഇവിടുത്തെ ഹൈന്ദവനെയും ഇവിടുത്തെ ക്രൈസ്തവനെയും ഇവിടെ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന നമ്മളെ എല്ലാവരെയും അവഹേളിക്കുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം കേരള സ്റ്റോറി എന്നാണല്ലോ. ശരിക്കും ഈ സംഗീത് സ്റ്റോറിക്ക് വേറെ എന്തെങ്കിലും പേരാണ് ഇടേണ്ടത്. ഇവൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൊച്ചിയിൽ ഇതിൻ്റെ പ്രൊമോഷൻ വന്നപ്പോഴത്തേക്ക് ആ വേദിയിൽ കുറേ സ്ത്രീകളെ കൊണ്ടുവന്നിരുത്തിയായിരുന്നു. കാരണം കേരളത്തിൽ ഇത് കണക്ക് പീഡിപ്പിക്കപ്പെട്ടവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ബംഗാളികളായിരുന്നു. വന്ന മാധ്യമ പ്രവർത്തകരടക്കം അടിച്ച് അവൻ്റെ കണ്ണാക്കി കയറ്റി കൊടുത്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ 24 ചാനലിനകത്ത് ഒരു കിഡിലൻ ഡിബേറ്റ് കണ്ടു. നമ്മുടെ BJPയുടെ ഷാബുമോനുണ്ടല്ലോ, ഷാബുമോനെ നമ്മുടെ അൻസാരി ഉസ്താദും ആഷ്മിയും കൂടെ എടുത്തിട്ട് വലിച്ചു കയറി ഭിത്തിയിലങ്ങ് ഒട്ടിച്ച് നൈസായിട്ട് അങ്ങ് തേച്ച് അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ മിസ് ചെയ്യരുത്, കണ്ടുപോയിക്കോളൂ. ഈ നാട്ടിൽ സിനിമ എടുക്കാനും അതിനെ ഒരു ഫീച്ചർ സിനിമ എടുക്കാനും അതിന്റെ അകത്ത് ഭാവനകൾ കയറ്റാനും ഇറക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. കേരളം ഭദ്രമാണ് ശ്രീ അൻസാരി. ഈ കാമാക്കനൊക്കെ ഇവിടെ ഒന്നും വർക്കൗട്ട് ആവില്ല. ഈ ചർച്ച കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്, നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. 2014 മുതൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടല്ലേ? തുടക്കത്തിൽ ഷാബു പ്രസാദും ബഹുമാനപ്പെട്ട ഹാഷ്മി താജ് ഇബ്രാഹിം തമ്മിലുള്ള ആ ചർച്ച, അതിൽ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് എടുത്തുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കലാവിഷ്കാരം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമായി പോകരുത് എന്നുള്ള എൻ്റെ അഭിപ്രായം. ഷാബു പ്രസാദ് ഹൃദയം തുറന്നു കേട്ടാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും. ഈ ചർച്ച ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ പ്രതിനിധിയാകുമ്പോൾ ആശയത്തെ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറയുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രഷർ കൂടേണ്ടി വരുന്ന ഒരു ദുർഘട സാഹചര്യമാണ്. അതേസമയത്ത് ഒരു സ്വതന്ത്രമായി മനസ്സ് തുറന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂതകാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം ഏറ്റവും അടുത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എങ്കിൽ എത്ര സ്ഥലത്താണ് അതിന് കത്തിവെച്ചത്? ഇങ്ങനെ തുടങ്ങി എത്ര ഹാഷ്മി താജ് ഇബ്രാഹിം എണ്ണി പറഞ്ഞു. നമ്മുടെ സിനിമകളിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തതും സെൻസർ ബോർഡ് അതിന് അനുമതി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു വിഷയത്തിലേക്ക് വരാം. ഈ കലയും സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ വർത്തമാനം പറയുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയിൽ നമ്മളൊരു സമൂഹം എങ്ങനെയാകണം. ആ സിനിമ സത്യത്തിൽ ഒരു സമൂഹത്തിലേക്ക് ആളുകൾ അതിന്റെ മനോഹാരിതയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സമൂഹത്തിനിടയിൽ ഇപ്പോൾ ട്രീസർ മാത്രം നോക്കിയാൽ മതി. കേരള സ്റ്റോറിയുടെ ബീഫ് വായിൽ കുത്തി കയറ്റി കൊടുക്കുന്നൊരു സംഭവം നിഷ്പക്ഷമായി ഷാബു പ്രസാദ് ഈ ചാനൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് സ്വതന്ത്രമായി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇനി പോട്ടെ, ഒരു സ്വബോധമില്ലാത്ത ഒരു ഭ്രാന്തനായ ഒരു മുസൽമാൻ, അയാൾക്ക് സ്വബോധമില്ലാതെങ്കിലും ഏതെങ്കിലും ഒരു ബീഫ് കഴിക്കാത്ത മനുഷ്യന്റെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റിയ ഒരു സംഭവം ജന്മഭൂമിയിലെങ്കിലും ജനൻ TVയിലെങ്കിലും അങ്ങനെ ഒരു വാർത്ത വന്നത് ഷാബു പ്രസാദ് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഈ ബീഫും മുസൽമാനുമായിട്ട് എന്ത് ബന്ധം? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാനുണ്ട്. ഇസ്ലാമും ബീഫുമായിട്ട് എന്ത് ബന്ധം? പലപ്പോഴും അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഹലാലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കഴിക്കുന്നതൊക്കെ ഹലാലാകണം, അങ്ങനെ ആക്കണം എന്നൊരു നിർബന്ധമില്ല. അവൻ കഴിക്കുന്നത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും അതുപോലെ തന്നെ അവനിക്ക് മറ്റുള്ളവർ വകവെച്ച് കൊടുത്തതുമായ ആഹാരം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാളെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊരാളെ ആഹാരത്തിൽ പന്നിമാംസം, അതിൻ്റെ ഇടയ്ക്ക് ചർച്ച വന്നത് പന്നിമാംസം,
എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ പന്നിമാംസം കഴിക്കുന്നതോ ആരെങ്കിലും വായിൽ കുത്തിക്കയറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഈ പന്നിമാംസം കഴിച്ചതിന് പേരിൽ ആക്രമിക്കുകയോ ഇവിടെ സ്റ്റാൾ ഇടാൻ പാടില്ല അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ലോകത്തിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ദുബായിലൊക്കെ പല മാളുകളിലും പന്നിമാംസം അനുവദനീയമാണല്ലോ, അവർക്ക് കഴിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാമല്ലോ, ഇസ്ലാമിക കൺട്രീസ് വരെ. അപ്പൊ ഇങ്ങനെയൊക്കെ നന്നായി പോകുന്ന ഒരു നാട്ടിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിനിടയിൽ വലിയൊരു വെറി ഉണ്ടാക്കുന്നത് വഴി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ടാമത്തത്, ഈ കേരള സ്റ്റോറിയുടെ സന്ദേശം ഇപ്പോൾ മതപരിവർത്തനമാണല്ലോ നമ്മുടെ നാട്ടിൽ ചർച്ച. നോക്കൂ, നിങ്ങൾ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ ആത്മീയമായ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ ബലം കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലേ? ഈ തെറ്റിദ്ധാരണ, ഈ കള്ളം, ഷാവു പ്രസാദ് സാറിന് പോലും അറിയാം ഇത് 100% കള്ളമാണ് എന്നുള്ളത്. ബീഫ് കുത്തിക്കയറ്റി കൊടുക്കുക നിർബന്ധമായി ഇങ്ങനെ മതപരിവർത്തനം നടത്താൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് നീ ഹിന്ദു മതം സ്വീകരിക്കണം എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, അയാൾ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ഞാൻ തൊഴുതെന്ന് വിചാരിക്കുക, അയാൾക്ക് എങ്ങനെ എന്നെ ഹിന്ദു മതം വിശ്വാസിയാക്കാൻ പറ്റും? ഇനി ഈ ഇരിക്കുന്ന രാഹുൽ ഈശ്വറിനെ തന്നെ ഞാൻ ഇങ്ങനെ സോപ്പിട്ട് പല കാരണങ്ങളെ പറഞ്ഞ് പിന്നീട് ഭീഷണിപ്പെടുത്തി നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീകൃഷ്ണനും മറ്റു ഭഗവാന്മാരുമാണെങ്കിൽ അയാൾ അങ്ങനെ മുസ്ലിം ആകുക? വിശ്വാസം എന്നത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള സംഗതിയില്ലേ? പിന്നെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു നിർബന്ധ മതപരിവർത്തനം എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്രസക്തമാണ്, അടിസ്ഥാനരഹിതമാണ്. അതുപോലും നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിശൂന്യമായ അഭിപ്രായം മനസ്സിലാവും. പിന്നെ 3 പേര്, രാഹുൽ ഈശ്വരൻ എടുത്ത് പറഞ്ഞൊരു വിഷയമാണ്, 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയയിലേക്ക് പോയെന്ന് പറയുന്നു. ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പല ആളുകളും പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളും ഒരു യുവാവും കൂടി ഉത്തരാഖണ്ഡിൽ പോയി. എന്തിനാണെന്നറിയോ? മോക്ഷം കിട്ടുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോവുകയും സൂയിസൈഡ് ചെയ്യുകയും പിന്നീട് ആ വാർത്ത ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നു. പക്ഷേ ഒരു ദിവസത്തെ ആയുസേ അതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടൈം ഓഫ് ഇന്ത്യ കൊടുത്തൊരു വാർത്ത, മധ്യപ്രദേശിൽ മാത്രം 1.25 ലക്ഷം സ്ത്രീകളാണ് മിസ്സിംഗ്. അതിൽ 50,000 പേരെ കുറിച്ച് ഒരു വിവരമില്ല. ഡൽഹിയിൽ 15 ദിവസത്തിനിടെ 800 പെൺകുട്ടികളാണ് മിസ്സായിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിൽ അങ്ങനെ പെൺകുട്ടികൾ മിസ്സാകുന്നുണ്ട്. ഇവിടെ 3 പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ട് എങ്കിൽ അതൊരു മതത്തിന്റെ തലയിൽ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇവിടെയുള്ള മുസ്ലിം സമൂഹം മുഴുവൻ അവരുടെ ഉത്തരവാദിത്തം പറയണം. മുസ്ലിമുകളാണ് അതിന്റെ പ്രതി. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടി, 1 ആൺകുട്ടിയാണ്. അവരാരും ഇവിടെ പോയിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഇവിടെ പോകാതിരിക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? പോകാതിരിക്കുന്നവർക്ക് പോകാതിരിക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ, അതും ചർച്ച ചെയ്യപ്പെടണമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഇവിടെ സമാധാനത്തോടെ എക്കാലത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ പറഞ്ഞു രാഹുൽ ഈശ്വർ സ്ഥിരമായി പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടി ഒരു അപരനെ സൃഷ്ടിക്കുക. ആ അപര സൃഷ്ടിക്കൽ മാത്രമാണ് ഇതല്ല. മതി ഇത്രയൊക്കെ മതി. കാരണം ഇതുപോലത്തെ മരമണ്ടന്മാർക്ക് എന്ത് പറഞ്ഞാലും ഇവൻ്റെയൊക്കെ തലയിലോട്ട് കയറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിന് പകരം ചാണകമാണ് ഇവനൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവന്മാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഇല്ല. പക്ഷേ വോട്ട് നേടാൻ വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തികളുണ്ടല്ലോ, നീയൊക്കെ 100 വർഷമായിട്ട് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പണി ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ മുഖവരയ്ക്ക് എടുത്തിട്ടില്ല. പിന്നെ അല്ലേ നിൻ്റെ ഈ മുടഞ്ഞ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഈ ഒരു കോപ്പും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ. എന്തായാലും ഈ വന്ന 2 സംവിധായകനെയും അവൻ്റെ പ്രൊഡ്യൂസറെയൊക്കെ കണ്ടം വഴിയാണ് കൊച്ചിയിൽ നിന്ന് ആളുകൾ ഓടിച്ചു വിട്ടത്. കാരണം ഇതുപോലത്തെ പ്രൊപ്പഗൻഡയായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും നീയൊക്കെ ചാണാ മുഖ്യ ചൂലിന് അടികൊണ്ടോടും. എന്തായാലും ഉസ്താദും ആഷ്മിയും നമ്മുടെ രാഹുൽ ഈശ്വരെല്ലാം കൂടെ തേച്ചങ്ങോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മരപ്പൊട്ടൻ ഇത്ര സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇത് കേൾക്കുന്ന ഒരു വീഡിയോ കാണുന്നത്. കാരണം പറയാൻ തിരിച്ചും അങ്ങോട്ട് മറുപടി പറയാനായിട്ട് ഒന്നുമില്ല. അതുപോലെ ഉസ്താദ് അടിച്ചങ്ങോട്ട് അണ്ണാക്കിലേക്ക് കയറ്റി കൊടുത്ത് നല്ലൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും മുടഞ്ഞ കേരള സ്റ്റോറി, സംഗി സ്റ്റോറി അങ്ങനെ ചീറ്റിരിക്കുകയാണ്. പടം റിലീസുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ പോലും പല കാര്യത്തിലും ഈ ഏകപക്ഷീയമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പിടിക്കുമ്പോൾ നമുക്കും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കാണിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നീയൊക്കെ നാറിപ്പും. കാരണം എന്താ അറിയുക, നിൻ്റെ പൂർവികൻ ഷൂ നക്കിയ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ ഇനിയും പുതിയ സിനിമകളായിട്ടൊക്കെ വരുമ്പം നിനക്കൊക്കെ നല്ല രീതിയിൽ ഊത്തലും കുരുവട്ടലും ഉണ്ടാവും. കാരണം അതൊക്കെ നീയൊക്കെ ഈ നാട്ടിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഇതിനെ അതിജീവിക്കും. കാരണം ഞങ്ങൾ ഇവിടെ അങ്ങനെയല്ല ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.